ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് റെസിനായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും പിന്നെ ഷോപ്പീസൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് റെസിനായിട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് കോഴ്സ് പിന്നെ റെസിൻ ആൻഡ് ഹാർഡ്നർ. ഇത് വാങ്ങിച്ച അഫോർഡബിൾ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഞാൻ വാങ്ങിച്ചത് സ്പോട്ടിഫൈ മോൾഡും പിന്നെ ലെറ്റർ മോൾഡ്സും ആണ്. പിന്നെ മെഷറിംഗ് കപ്പ് വേണം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിസ്പോസിബിൾ കപ്സ് അല്ലെങ്കിൽ സിലിക്കോൺ കപ്സ് ഉപയോഗിക്കാം. പിന്നെ സിലിക്കോൺ സ്റ്റിക്സ് അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്സ് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ട്വീസർ വേണം, കൈ ഉപയോഗിക്കാതെ ഫോട്ടോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈറ്റർ, ഗൺ പോലത്തെ ലൈറ്റർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഗോൾഡ് ഫോയിൽസ് വേണം. പിന്നെ റെസിൻ പിഗ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ ഫാബ്രിക് പെയിൻ്റ് ആയാലും മതി. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഗ്ലിറ്റേഴ്സ്, ഗോൾഡ് പെയിൻറ്റ് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്ലൗസും മാസ്കും. ഇനി കുറച്ചുകൂടെ എക്സ്ട്രാ സേഫ്റ്റി വേണമെന്നുണ്ടെങ്കിൽ സ്പെക്സ് ഉപയോഗിക്കാം. റെസിൻ മോൾഡിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ്ട്രാ പോർഷൻസ് ഒക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു നൈഫും വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ രണ്ട് റെസിൻസ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാനിപ്പോൾ 10 ml റെസിനും 5 ml ഹാർഡ്നറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 2:1 റേഷ്യോയിലുള്ള റെസിനാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ നന്നായിട്ട് പതിയെ മിക്സ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ബബിൾസ് ഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ പതിയെ മെല്ലെ മിക്സ് ചെയ്യുക. മിക്സിങ് ടൈം ഓരോ റെസിനെ ബേസ് ചെയ്തിരിക്കും. എന്നിട്ട് നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് നിറഞ്ഞെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമുക്ക് ബബിൾസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റർ വെച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ഗ്ലോസി ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ട്വീസർ വെച്ചിട്ട് ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പതിയെ ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമുക്ക് ബബിൾസ് കളയാം. പിൻ വെച്ചിട്ടൊക്കെ നമുക്ക് ഇതുപോലെ കളയാവുന്നതാണ്. ഇനി ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലവർ പെറ്റൽസ് ഒരു ബട്ടർ പേപ്പറിൽ ഇങ്ങനെ അമർത്തി വയ്ക്കുക. എന്നിട്ട് അയൺ ചെയ്യുക ജസ്റ്റ്. എന്നിട്ട് ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഡ്രൈ ഫ്ലവേഴ്സ് കിട്ടും. എന്നിട്ട് നമുക്കിത് റെസിനിലേക്ക് ഇടുക. അപ്പോൾ ഇതെന്തിനാണ് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ, ഫ്ലവേഴ്സ് അല്ലാതെ ഇട്ടാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഈർപ്പം, അതിൻ്റെ മോയ്സ്ചർ ഇരുന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അത് ഡ്രൈ ആയി ഉണങ്ങിപ്പോവും. റെസിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഡ്രൈ ഫ്ലവേഴ്സാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ അതേപോലെ തന്നെ നിൽക്കും. നമുക്ക് ഒരു 24 മണിക്കൂർ അതേപോലെ അനക്കാതെ വെക്കുക, തൊട്ട് നോക്കരുത്. അപ്പോൾ ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിൽ നിന്ന് പതിയെ എടുക്കാൻ ശ്രമിക്കണം, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത് മോൾഡിൻ്റെ ഷേപ്പിനെയും ബാധിക്കും. അപ്പോൾ നമുക്ക് കുറേ നാൾ ആ മോൾഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി നമുക്കതിൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്കിതുപോലെ മാർക്കർ വെച്ച് എഴുതി കൊടുക്കുക, ഗ്ലിറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക. അതിൻ്റെ മേലെ ഗ്ലാസ് പേപ്പർ വയ്ക്കുക. ആക്ച്വലി ഞാനിത് ഫോട്ടോ വരുന്നത് ബാക്ക് സൈഡിലാണ്. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ ഫാബ്രിക് പെയിൻ്റാണ് ഞാൻ കൊടുക്കുന്നത്, ഗോൾഡൻ മെറ്റാലിക് പെയിൻറ്റ്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഞാൻ ബട്ടൺസിന് കളർ കൊടുത്തു, ഹേർട്ടിന് കളർ കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ റെസിൻ മോൾഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ റെസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബട്ടൺസ് ഞാൻ ഫാബ്രിക് പെയിൻ്റ് അല്ല റെസിൻ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണേ. അതിനായിട്ട് ഞാൻ റെസിനും പിന്നെ വൈറ്റ് പിഗ്മെൻറ്റും കൂടി മിക്സ് ചെയ്യുകയാണ്. അത് ഇത്തിരി മതി ആദ്യം തന്നെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ബട്ടൺസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് ഒഴിച്ചാൽ മതി. അത് ഫില്ലായിക്കോളും അതിൻ്റെ അകത്തേക്ക്. ഇനി ഇതുപോലെ ഏറ്റവും നേരിയ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇയർബഡ്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എടുത്ത് കളയാവുന്നതാണ്, ക്ലീൻ ആക്കാവുന്നതാണ്. സിലിക്കോൺ ആകുമ്പോൾ താനെ അത് ക്ലീൻ ആയിക്കോളും. ഇനി നമുക്ക് ഒരു 12 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഇനി നമുക്ക് അതിൻ്റെ മേലെ ഫസ്റ്റ് ലെയർ ഓഫ് റെസിൻ, ഇത് ജസ്റ്റ് ഫോട്ടോ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒരു നൈസായിട്ടുള്ളൊരു ലെയർ കൊടുത്താൽ മതി, ഫുള്ളായിട്ട് കവർ ചെയ്യണ്ട.
നമുക്ക് ഫുൾ അറ്റത്തേക്ക് ആക്കാൻ നോക്കുക. എല്ലാ സൈഡിലേക്കും സ്വിൽ ചെയ്യുക പതിയെ. ജസ്റ്റ് ഒന്ന് കൊട്ടിക്കൊടുക്കുക. ലൈറ്റർ വെച്ചിട്ട് ബബിൾസ് കളയുക. ഇനി ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ ഞാൻ 2 സൈഡും നന്നായിട്ട് റെസിനിൽ മിക്സ് ചെയ്യുന്നുണ്ട്, ബബിൾസ് അത്രയും കുറയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് റെസിൻ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. ഫ്രണ്ട് സൈഡിൽ ഫോട്ടോ ആയിട്ട് വരും. ഇനി അഗെയിൻ ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സെക്കൻഡ് ലെയർ ഒഴിക്കാം. അപ്പോൾ ഞാൻ റെസിനിലേക്ക് ഫസ്റ്റ് വൈറ്റ് പിഗ്മെൻറ്റ് മിക്സ് ചെയ്തു. ഇനി ഞാൻ റെസിനിലേക്ക് ഗോൾഡൻ ഗ്ലിറ്റേഴ്സാണ് സിൽവർ ഗ്ലിറ്റേഴ്സാണ് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് റെസിനിലേക്ക് ബ്ലാക്ക് പിഗ്മെൻറ്റ് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഇത് പാസ്റ്റ് വലിയ ധാരണയോടൊന്നല്ല ഞാൻ ഒഴിക്കുന്നത്, ചുമ്മാ അങ്ങ് ഒഴിച്ചെടുക്കുകയാണ്. നമുക്ക് എന്തായാലും ഒരു കൈൻഡ് ഓഫ് ഡിസൈൻ കിട്ടും. നടുക്ക് ഞാൻ സിൽവർ കളറിലെ പെയിൻ്റാണ് ഒഴിക്കുന്നത്. നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റെസിനാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മേലെ സിൽവർ കളറിലെ സീക്വൻസ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ സിൽവർ കളറിലെ ഗ്ലിറ്റേഴ്സും ഒന്നും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മോൾഡ് സെറ്റായിട്ടുണ്ട്. ഈ ഗോൾഡൻ കളറിലെ ഈ മോൾഡ് ചെയ്യണത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് പതിയെ ആ മോൾഡിൽ നിന്ന് എടുക്കാം. സോ വി ഗോട്ട് ഇറ്റ്. അപ്പോൾ ഈ റെസിൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിനായിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നമ്മൾ പതിയെ മിക്സ് ചെയ്യാൻ നോക്കുക. പിന്നെ റെസിൻ മോൾഡിൽ ഒഴിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കാൻ നോക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാക്കാൻ നോക്കുക, അല്ലെങ്കിൽ ആ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. റെസിൻ ഉണങ്ങാൻ എപ്പോഴും ഒരു വാം ടെമ്പറേച്ചറിൽ വെക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബോക്സിലാണ് എപ്പോഴും വെക്കാറ്. അതേപോലെ എപ്പോഴും ഗ്ലൗസും മാസ്കൊക്കെ വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. വിൻഡോ തുറന്നിട്ടിട്ട് ചെയ്യുക. അതേപോലെ ഹാർഡ്നർ കൂടുതൽ ഉപയോഗിച്ചാൽ വേഗം ഉണങ്ങും എന്ന് ആരും വിചാരിച്ചിരിക്കരുത്. അങ്ങനെ ഒഴിച്ചാൽ ഒട്ടും അത് ഉണങ്ങത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊട്ട് നോക്കാതിരിക്കുക റെസിൻ ഉണങ്ങിയോ എന്നൊക്കെ നോക്കിയിട്ട്. റെസിൻ മോൾഡിലേക്ക് ഒഴിക്കണേക്ക് മുമ്പ് മോൾഡ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. സെലോ ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് സെലോ ടേപ്പൊക്കെ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ റെസിൻ ക്ലൗഡി ആയിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ജസ്റ്റ് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബേസിക് ട്യൂട്ടോറിയലാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ആസ് എ ബിഗിനർ ചെയ്ത 2-3 resins ആണ് കാണിച്ചത്. So hope you like the video. See you next time. Bye bye.